സ്കൂട്ടായിട്ട് മക്കളെ പോകേണ്ടി ഞാനങ്ങനെ പോയില്ല. ഞാൻ തുഷാറില് മേടത്തിങ്ങനെ ഹലോ, അസ്സലാമലൈക്കും. ഈവനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ സാധനങ്ങൾ 7 സാധനം വെച്ചാണ് പോവാം, സ്കൂൾക്ക് പോവാം. ഞാൻ പോകുന്നതിനെ കൊണ്ടുവരുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഈവനിങ്ങിൻ്റെ ഇറച്ചി വാങ്ങാൻ പോകട്ടെ. അപ്പോൾ അത് പേരൊന്നുമില്ലേ തുറക്കോ അങ്ങോട്ട് വരുന്നല്ലോ. നമ്മൾ ക്യാൻറ്റീനിലെത്തിയിട്ടുണ്ടോ? നമ്മളെ പരിപാടികൾ തുടങ്ങട്ടെ. ഓരോന്നോരോന്ന് ഉണ്ടാക്കിയിട്ട് മോന് ഞങ്ങളും പോയിരുന്നെങ്കിൽ അവിടെ ബസ്സുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടുന്ന് ബസ് കയറ്റി വിടാനാണ് ഇപ്പോൾ അങ്ങനെ പോകുന്നത്. അങ്ങനെ പോകുന്ന ഓനും ഞങ്ങൾ എണ്ണക്കടിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. അത് പാലിതൊക്കെ അടുപ്പത്ത് വെച്ച് അപ്പോൾ കുട്ടികൾ വരൽ തുടങ്ങി. പൊക്കോടുണ്ട് വെച്ചാണ്. കാരണം എന്താ ഓരോ ബ്ലോക്കൊക്കെ ആയി നേരം വൈകിട്ടാണ് എത്തിയത്. അങ്ങനെ മോന് സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ബസ് വരുമ്പോൾ 9:09 പോകണം, എന്നാലും അവിടെ 10 മണിക്ക് എത്തുള്ളൂ. അപ്പോൾ പോകാൻ അവിടെയൊക്കെ നോക്കുകയാണ് എന്തെങ്കിലും തിന്നാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ മുട്ടായൊക്കെ എടുത്ത് തോന്നുന്നു. അങ്ങനെ ഐറ്റംസുകളൊക്കെ ഉണ്ടോ നോക്കിയാണ്. അപ്പോൾ എണ്ണ ചൂടായിക്കണം. അപ്പോൾ അടുത്ത പരിപാടി തുടങ്ങട്ടെ. ഏതായാലും നേരം പോയി. ഇന്ന് 9 ക്ലാസ് തുടങ്ങും. ഇന്ന് എത്തിയപ്പോൾ തന്നെ കുറേ നേരമായി. ഏതായാലും ഓരോ ഐറ്റംസുകൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ആ 1 മണിക്കൂറിലൊക്കെ റെഡിയാവും. അതിൽ കുട്ടികൾ വെയിറ്റ് ചെയ്യാനെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ പാടെ ജഗബോഗായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ സോഡക്കാരനെ വിളിച്ചാൽ വേണ്ടുന്നതാണ്. സോഡക്കാരന് സോഡ വരാൻ മറന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വിളിച്ചറിയാൻ വേണ്ടി നമ്പർ തരികയാണ്. അങ്ങനെ ആരും വിളിച്ചാണ് പിന്നെ കുറേ കണ്ട് എത്തിയത്. 1 മണിക്കൂർ കൊണ്ട് എത്തിയത്. ഇന്നലെ രാത്രി വിളിച്ചു പറയാൻ ശരിക്കും ഞാൻ. അപ്പോൾ എത്തിയില്ല. സോഡ അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂല. എല്ലാ പരിപാടിക്കും സോഡ ആണല്ലോ. കുട്ടികളെന്നാണ് സോഡ ഉണ്ടാക്കിയെന്ന് വെച്ചുമ്പോൾ സോഡ തോട്ടാഞ്ഞാലേ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഒരുക്കാൻ ഇപ്പോൾ ഈവനിങ്ങിലെ സാധനങ്ങളും ഒക്കെപ്പാടാകുമ്പോഴേ ഒക്കെപ്പാട് ജഗപുകയാണ്. ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണ്ടേ. ഒക്കെപ്പാട് ജഗപുകയാണ് അറിയാം. ഏതായാലും സംഭവങ്ങൾ ഇവിടെ തുടങ്ങി. കടികളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. മോനിടക്കിടക്കിൻ്റെ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. മോനെ തിന്നാൻ പറ്റുമ്പോൾ ആയിട്ടില്ല. മുട്ടായൊക്കെ എടുത്തുന്നുണ്ടോന്ന്. ഞാനിപ്പോൾ മാവ് കുഴച്ച് പിന്നെ മസാല കൊണ്ടൊക്കെ മാവ് കുഴച്ചിട്ടുള്ളൂ. ഞാൻ ആദ്യം മസാല കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഏതായാലും ധാരാളം സ്ഥലം നടക്കുന്നുണ്ട്. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ വേടാമ്പൽ കുയിലാണു നീ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ. എവിടെ തിരഞ്ഞാലും ഏത് നിന്നാലും ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡെയ്സി ഡെയ്സി ലലലലലാ, ഓർമ്മതൻ വസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡെയ്സി 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 ലലലലലാ, ഓർമ്മതൻ വസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം.
ഇന്നൊരു മസാല കൊണ്ടു ഞാൻ ബോണ്ട മാത്രമായിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ഇപ്പം എടുക്കുമ്പോൾ ഓരോരോ പാട്ട് നമുക്ക് പഴയത് ഓർമ്മ വരുമ്പോൾ പാടണം കേട്ടോ. അതൊക്കെ വെറുപ്പൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ പാടുന്നതാണ്. ഒരു 2 പേര് 3 പേരൊക്കെ അറിയുള്ളൂ, എന്നാലും അങ്ങനെ പാടണം. അതുകൊണ്ടാണ് പഴയ പഴയ പാട്ടുകൾ നമുക്ക് ഓർമ്മ വരുമ്പോൾ പാടുകയാണ്. ഞങ്ങൾക്ക് വെറുപ്പൊന്നും വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പണിൻ്റെ സോലുകളിലാണ്. സോലിൻ്റെ ഇടയിൽ ചില ടെൻഷനുകളൊക്കെ മറക്കാൻ വേണ്ടിയുള്ളൊരു പാട്ടാണ് അതൊക്കെ. പണി അങ്ങനെ നടക്കുന്നുണ്ട്. അതിനോട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് പറയാൻ സമയം കിട്ടില്ല. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുമ്പോൾ സാധനം കരിഞ്ഞു പോകും. അതുകൊണ്ടൊക്കെയാണ് നോക്കാത്തത്. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഏതായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കാണുന്ന മുത്തുമണികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലേക്കൻ അമർത്തുക. ഇതൊക്കെ നടന്നോ കേട്ടോ. ഒരു കാണൽ മാത്രമാക്കാൻ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കൻ അമർത്തുക. ഓർമ്മ അമർത്തുക. അങ്ങനെ അടിച്ചു പൊട്ടിരിക്കരുത്. നമ്മളൊക്കെ അടിച്ചു പൊട്ടിരിക്കും കേട്ടോ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എപ്പോഴും ഞാൻ വിശേഷം ചോദിച്ചാൽ ലാസ്റ്റായിരിക്കും. ആദ്യം ചോദിക്കേണ്ടത് അവസാനം ചോദിച്ചു. അത് ജോലി തിരക്കിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കണം കേട്ടോ. ഇതിനായിട്ട് നടക്കല്ല നമ്മൾ. ജോലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു എൻജോയ് ആയിട്ട് ചെയ്യാണ് ഇതൊക്കെ. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പറയാൻ കാരണം എന്താ, മറക്കാണ്ടിത് പറഞ്ഞ കേട്ടോ. ഉറപ്പം വിചാരിക്കുക ആരും. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും നമുക്ക് വേണ്ടി സഹകരിക്കാം. കുട്ടികളെ കൊണ്ടുപോകത്തുള്ളൂ. നോക്കല്ല ഇത് കാർ കൊടുത്തൊക്കെയുണ്ട് ഞങ്ങളെ പഠിക്കുന്നു. നമ്മൾ ക്യാൻറ്റീനിലെത്തി. ഫാമിലിൻ്റെ പരിപാടിയാണ്. അങ്ങനെ മസാല കൊണ്ട് ഇട്ടു. മൊത്തം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓരോന്നോരോന്ന് എടുക്കട്ടോ. മനസ്സിലായി. ഉണ്ടാക്കാൻ കൊടുത്തിപ്പോൾ കൊണ്ടില്ല. പേരിൻ്റെ ഉള്ളതിൽ രാത്രി തണുപ്പുണ്ടെങ്കിൽ കാര്യമില്ല. ചട്ടിപ്പത്തിൻ്റെ പരിപാടി ചട്ടിപ്പത്തിൻ്റെ പരിപാടി കേട്ടോ. ഉണ്ടാക്കിയത് പോലെ അത് പിന്നെ സമൂസക്കല്ലേ ഉള്ളി വാട്ടാട്ടോ. ഇവിടെ സമൂസ ഉണ്ടാക്കാൻ കുറച്ച് ഇവനേക്ക് ഉണ്ടാക്കാൻ കുറച്ച് പടി വെക്കായിരിക്കും. ഉണ്ടാക്കാൻ 2 ദിവസത്തിലാക്കായിരിക്കും. അതായത് ചട്ടിപ്പത്തിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. കുട്ടികളെ കഴിഞ്ഞ് മക്കളും ഉണ്ടാക്കി. അപ്പോൾ കടികളിൽ പോകാൻ പാർസൽ പോയി. കുറച്ച് അപ്പുറത്തെ ക്ലാസ് 23 കടി പോയി. അതുകൊണ്ട് എന്തായി തിരക്കിട്ട് പണില്ല. അതുകൊണ്ട് ക്യാമറ മുന്നിൽ പോയിട്ട് വർത്താൻ പറയാം കേട്ടോ. അതൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ ചട്ടിപ്പത്തിൻ്റെയും മറ്റേ സമൂസൻ്റെയും പണി നടക്കുകയാണ്. പിന്നെ ചിക്കൻ റോളിൻ്റെ മസാല ഒക്കെ പാടെ ഒരുമിച്ചുണ്ടാക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടില്ല വിയർത്ത് കുളിച്ചു. പള്ളിയിൽ പോകാനോ 12 ആകുമ്പോൾ പിന്നെ പരിപാടി കഴിച്ചു പോകണം. അതുകൊണ്ടാട്ടോ. ഓക്കെ.